അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഒട്ടുപാറ മേഖലാ വനിതാ കൺവെൻഷൻ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് ചേർന്നു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം K. ശാരദാമ്മ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് തലചായ്ക്കാൻ ഒരു വീട്, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ അവർ പഠിക്കുന്ന വിദ്യാലയം ഹൈടെക് രീതിയിലാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാകാവുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ സ്കൂളുകൾ. ഇന്ന് നമ്മൾക്കറിയാം അല്ലേ, സ്കൂളുകളൊക്കെ തന്നെ അതിൻ്റെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന കാലം പോലെയാണോ ഇവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ നിന്ന്? അതെയോ? കുട്ടികൾക്ക് പഠിക്കാൻ നന്നായിട്ട് ഇരിക്കാൻ നല്ല ബെഞ്ച്, അതുപോലെ അല്ലെങ്കിൽ ഡെസ്ക്, അതുപോലെ തന്നെ ഫാൻ അല്ലേ, എല്ലാ സൗകര്യങ്ങളുണ്ട്. അവരുടെ ഭക്ഷണം, സാമ്പാർ, ഉപ്പേരി, ഓരോ ദിവസവും ആഴ്ചയിൽ 2-3 കറികളാണ് മാറി മാറി വെക്കുന്നത് അല്ലേ. നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറയെ നല്ല രീതിയിൽ ആരോഗ്യമുള്ള കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ സർക്കാർ അത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നെല്ലാം 10 ലക്ഷത്തോളം കുട്ടികളാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ വന്നു ചേർന്നത്. എന്തുകൊണ്ടാണത്? നമ്മുടെ സ്കൂളുകളിലെ ആ സ്കൂളിന്റെ മികവ്, ആ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മുടെ മറ്റു തരത്തിലുള്ള നിലവാരം കുറവായിരുന്നു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ ജിഷ ബാബു അധ്യക്ഷത വഹിച്ചു. KSKTU ഏരിയ കമ്മിറ്റി ട്രഷറർ PN അനിൽകുമാർ, മേഖലാ സെക്രട്ടറി KU പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മേഖലാ കമ്മിറ്റി അംഗം കാർത്തിയേനി മുത്തു സന്നിഹിതയായിരുന്നു. വിവിധ യൂണിറ്റുകളിൽ നിന്നും കർഷക, തൊഴിലാളി, വനിതാ പ്രവർത്തകർ പങ്കെടുത്തു. BCV ന്യൂസ്, വടക്കാഞ്ചേരി.